ലോകത്ത് ഏതൊരു രാഷ്ട്രത്തിന്റെയും സമാധാനവും സുരക്ഷിതത്വവും നിലനിൽക്കുന്നത് ആ രാജ്യത്തിലെ നിയമവ്യവസ്ഥിതികളിലൂടെയും അത് എത്രമാത്രം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു എന്നതിനെയും ആശ്രയിച്ചാണ്. നമ്മുടെ പഠനകാലത്ത് നമ്മൾ ചരിത്ര പഠനത്തിൽ മറക്കാതെ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ശിക്ഷാ നടപടിയുണ്ടായിരുന്നു, ഹമ്മറാബീസ് കോഡ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നയം സ്വീകരിച്ച ഭരണകർത്താവ്. ആ രാജ്യത്തിൽ അന്ന് തന്നെ ഏതു തരത്തിലുള്ള കുറ്റമാണോ ചെയ്തിരുന്നത് അതിന് അതേ രീതിയിലുള്ള ശിക്ഷാ നടപടി വിധിച്ചിരുന്ന ഭരണകർത്താവ്. ഇന്നും ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്ന അനേകം രാഷ്ട്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയൊന്നും നാം ഇന്ന് അനുഭവിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ കാണപ്പെടുന്ന തരത്തിലുള്ള കൊലപാതകങ്ങളോ പീഡന പരമ്പരകളോ കുറ്റകൃത്യങ്ങളോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം അവിടുത്തെ നിയമം ശക്തമാണ്. ഒരാളും കൊല ചെയ്ത ഒരാളും പുറം ലോകം കാണില്ല എന്നും ആരൊക്കെ തനിക്ക് ചുറ്റുമുണ്ടെങ്കിലും എത്ര ശ്രമിച്ചാലും താൻ നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെടില്ല എന്നും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഖലീഫ ഉമറിന്റെ കഥ വായിക്കുമ്പോൾ അവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. വിജനമായ പാതയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരമ്മയും മകനും. അവരോടൊരാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഭയമില്ലേ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ എന്ന്. അതിന് ആ അമ്മ മറുപടി പറയുന്നത്, ഇവിടം ഭരിക്കുന്നത് ഉമർ ഖലീഫയാണ്. ഇവിടെ ഞങ്ങളെ ഉപദ്രവിക്കാനും മാത്രം ധൈര്യപ്പെടുന്ന ഒരാളും ഉണ്ടാവില്ല എന്നാണ്. ഈ ഒരു ധൈര്യം ഇന്ത്യയിൽ, കേരളത്തിൽ ഏത് സാധാരണക്കാരന് നൽകാൻ കഴിയും? ഈ വിശ്വാസം ആരുടെ ഉള്ളിലാണ് ഉള്ളത്? നിയമങ്ങൾ ശക്തമാകുമ്പോൾ മാത്രമേ കുറ്റകൃത്യങ്ങൾക്ക് കുറവുണ്ടാകൂ. അപ്പോൾ മാത്രമേ നമ്മൾ സുരക്ഷിതരാകൂ.